മാർച്ചിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമിനോട് അടുപ്പിച്ചുള്ള ഒരു റിവിഷൻ സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സെമസ്റ്റർ 3 ഫണ്ടമെൻ്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് ഓർമ്മയിൽ വെക്കണം. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസാണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് പ്രഷർ മെഷർമെൻറ്റ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ് ഡെൻസിറ്റി, വെയ്റ്റ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, സർഫസ് ടെൻഷൻ, കാപ്പില്ലാരിറ്റി, കംപ്രസിബിലിറ്റി, ഇങ്ങനെ വിസ്കോസിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഇത് ഓരോന്നും കൃത്യമായിട്ട് ഡെഫിനീഷനും പഠിക്കണം, അതിൻ്റെ ഇക്വേഷൻസും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡെഫിനീഷനും ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ യൂണിറ്റ് കണ്ടെത്താനും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും, ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു മിനിമം ഒരു 10 മാർക്കിനെങ്കിലും ഉൾപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. ഒന്നുകിലും 3 മാർക്കിലും 7 മാർക്കിലും ആയിരിക്കും, അല്ലെങ്കിൽ 2 7 മാർക്കിലായിട്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ മിനിമം ഒരു 10 മാർക്കോളം കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നൊരു ഏരിയയാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് പറയാനുള്ള അടുത്തൊരു സംഭവമാണ് പ്രഷറിനെ കുറിച്ച്. പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ, വാക്യൂം പ്രഷർ തുടങ്ങിയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ടതാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ആ പ്രഷേഴ്സിൽ ഓരോ പ്രഷറും തമ്മിലുള്ള റിലേഷൻ, ഇപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിൽ കൂട്ടിയതാണ്, അതല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് വാക്യൂം പ്രഷർ മൈനസ് ചെയ്തതാണ് അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ ഈ തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ തിയറി ചോദിച്ചാലും ശരി, അതിൻ്റെ പ്രോബ്ലം ചോദിച്ചാലും കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി തിയറിയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഫിഗർ വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു സെഷനായിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് പ്രഷർ മെഷർമെൻറ്റ് ടെക്നിക്സാണ്. അപ്പോൾ പ്രഷർ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, ഒന്നുകിൽ മാനോമീറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗേജസിൻ്റെ ഹെൽപ്പോട് കൂടി. ഈ മാനോമീറ്ററും മെക്കാനിക്കൽ ഗേജും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കറിയുന്നതാണ്. മാനോമീറ്റർ എന്താണ്, ഗ്ലാസ് ട്യൂബ് കൊണ്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്തുണ്ടാക്കുന്നതാണ്. മെക്കാനിക്കൽ ഗേജ് ആകുമ്പോൾ എന്താണ്, നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും അഴിച്ചെടുക്കാനും കണക്ട് ചെയ്യാനും പറ്റുന്നതാണ്. മാനോമീറ്റർ എന്താണ്, ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിൽ മാനോമീറ്റേഴ്സ് ആണെങ്കിൽ സിമ്പിൾ മാനോമീറ്റേഴ്സ്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായുണ്ട്. ഇനി മെക്കാനിക്കൽ ഗേജസ് ആണെങ്കിൽ നമ്മൾ മേജറായിട്ട് പഠിക്കാനുള്ളത് ബേർഡൻ ട്യൂബ്, പ്രഷർ ഗേജ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഒന്ന് നോക്കി പോകണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഇതൊന്നും നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിക്കോട്ടെ, ഇത്തരത്തിൽ പ്രഷർ മെഷറിങ് ഡിവൈസസ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നുകിൽ പ്രോബ്ലം സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ തിയറി ലെവലിലും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതാണ് മിനിമം. യൂട്യൂബ് മാനോമീറ്റർ അല്ലേ, അപ്പോൾ യൂട്യൂബ് മാനോമീറ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പ്രോപ്പർട്ടീസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ തിയറി പോർഷൻ രണ്ടാലൊന്ന് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലം എന്നുള്ളത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ തിയറി എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യം വേണം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ തിയറി പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പ്രോബ്ലത്തിലേക്ക് കടന്നാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രഷർ മെഷർമെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആദ്യം തന്നെ പഠിക്കുന്ന സംഭവം എന്താണ്, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ ഏതൊക്കെയാണ്.
അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു 10-11ഓളം ടൈപ്പ് ഫ്ലോസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 7 മാർക്കിനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 7 തരം ഫ്ലോനെ കുറിച്ചെങ്കിലും പേരെഴുതാനും അതിനെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് പേര് കൃത്യമായി തന്നെ എഴുതി പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ ഏതൊക്കെയാണെന്നുള്ള പേര് കൃത്യമായിട്ട് തന്നെ ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, അതിനുശേഷം ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. A1V1 = A2V2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനീഷൻ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ ബെർണോളിസ് തിയറം അടുത്തതായി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ തന്നെ ഒരു കോർ എന്ന് നമുക്ക് പറയാവുന്നൊരു തിയറമാണ് ബെർണോളിസ് തിയറം. അപ്പോൾ ടോട്ടൽ എനർജിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ബെർണോളിസ് തിയറത്തിനെ കറക്റ്റ് ഒന്ന് ഇക്വേഷനായിട്ടും അതേപോലെ തന്നെ ഡെഫിനീഷനായിട്ടും എഴുതാനുള്ള ഒരു ശ്രമം നടത്തണം. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബെർണോളീസുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തിയറി പോർഷൻ ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ തിയറി ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. എന്നതിന് ശേഷം ബെർണോളീസിൻ്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട്, അഥവാ ബെർണോളീസിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിറ്റോട്ട് ട്യൂബ് അല്ലേ, പിറ്റോട്ട് ട്യൂബ്, ദെൻ വെഞ്ചുറി മീറ്റർ, ദെൻ ഓറിഫൈസ് മീറ്റർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ബെർണോളിസ് തിയറത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരുപക്ഷെ പ്രോബ്ലംസ് കയറി വരാറുണ്ട്. കൂടുതലായിട്ടും വെഞ്ചുറി മീറ്ററിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ വെഞ്ചുറി മീറ്ററിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വെഞ്ചുറി മീറ്റർ എന്നുള്ള സംഭവം പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ തിയറി അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്യാൻ പറ്റൂ എന്നത് ഓർമ്മയിൽ വയ്ക്കുക. ദെൻ നമ്മളുടെ ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന സംഭവമാണ് നോച്ച്. അപ്പോൾ ഈ നോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് 3 ടൈപ്പ് നോച്ചിനെ കുറിച്ചാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്, റെക്റ്റാങ്കുലർ നോച്ച്, ട്രയാങ്കുലർ നോച്ച്, ട്രപ്പിസോയിഡൽ നോച്ച് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ നോച്ചസിന് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നൊരു ഇക്വേഷൻ നോച്ചിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നോച്ചിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് നോച്ചിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ അടുത്തതായിട്ട് വരുന്ന സംഭവമാണ് മേജർ ലോസ്, മൈനർ ലോസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മേജർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേജർ ലോസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കാരണം അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഫ്ലോ, ഒരു പൈപ്പിനകത്ത് കൂടി ഒരു ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ, ഈ പൈപ്പിനകത്ത് കൂടി ഒരു ഫ്ലോ നടക്കുമ്പോൾ അതിനകത്ത് ഫ്രിക്ഷൻ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ലോസാണ് മേജർ ലോസ് എന്ന് പറയുന്നത്. അതല്ലാതെ പൈപ്പ് ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസാണ് മൈനർ ലോസ് എന്നുള്ളത്. അപ്പോൾ ഈ മേജർ ലോസും മൈനർ ലോസും എന്തെല്ലാമാണ് എന്നും അതേപോലെ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. മേജർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 ഇക്വേഷൻസാണ് ഡാർസീസ് ഫോർമുലയും ഷെസീസ് ഫോർമുലയും. അപ്പോൾ ഡാർസി വേസ്ബാക്ക് ഇക്വേഷൻ ആൻഡ് ഷെസീസ് ഫോർമുല, ഈ രണ്ടെണ്ണമാണ് നമുക്ക് മേജർ ലോസിനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ഒന്ന് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്ലോ എന്നൊരു തിയറി പോർഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷനും ബെർണോളിസ് ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആൻഡ് ബെർണോളിസ് ഇക്വേഷൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. നോച്ചസ് ഏതൊക്കെയാണ് ടൈപ്സ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് അറിയണം. അതേപോലെ ലാസ്റ്റ് ലോസസ് അല്ലേ, ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ വരുന്ന ലോസസ്, മേജർ ലോസ് മൈനർ ലോസ് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വരുന്ന ലോസസ് ഏതൊക്കെയാണ്, അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ,
ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോളിക്സ് ആണ്. ഹൈഡ്രോളിക് മെഷീനായിട്ടുള്ള പമ്പിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നോക്കുന്നത്. അപ്പോൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് പമ്പുകളെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ. ഒന്നാമത്തെ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പമ്പ് എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചും റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചും അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, മാനുഫാക്ചറിങ് അല്ല ഉദ്ദേശിച്ചത്, അത് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ മെയിൻ കമ്പണൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കമ്പണൻസ്, ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, അതിൻ്റെ മെയിൻ കമ്പണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓരോ കമ്പണൻസിൻ്റെ ഫങ്ഷൻ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇനി വർക്കിംഗ് ആണ് ചോദിച്ചതെങ്കിൽ വർക്കിങ്ങിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം ഇതിനെ, ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ താരതമ്യേന ഇതിനകത്ത് എഫിഷ്യൻസി കാണാനും അതേപോലെ സ്ലിപ്പ് കാണാനൊക്കെയുള്ള ചെറിയ പ്രോബ്ലംസ് മാത്രമേ വരുന്നുള്ളൂ. ഫസ്റ്റത്തെ രണ്ട് മൊഡ്യൂളിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പ്രോബ്ലമാറ്റിക് സൈഡ് മാത്രം വരുന്നൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നാലാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്യൂർലി തിയററ്റിക്കൽ മൊഡ്യൂളാണ് നാലാമത്തെ മൊഡ്യൂൾ. അപ്പോൾ അതിൽ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലായിട്ടും വരുന്ന സംഭവങ്ങൾ വെച്ചാൽ ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോ ന്യൂമാറ്റിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ 3 സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇതുവരെ ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക്സ് ഒക്കെയാണ് പഠിച്ചതെങ്കിൽ നാലാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ഹൈഡ്രോളിക്സ്, അതേപോലെ തന്നെ ന്യൂമാറ്റിക്സ്, ഹൈഡ്രോ ന്യൂമാറ്റിക്സ് തുടങ്ങിയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, നമുക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു 4 കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാവാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനും ആവാം. അപ്പോൾ രണ്ടാണെങ്കിലും തിയറി അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ആ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചോദ്യം ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ടേം സ്പെസിഫിക് വെയ്റ്റ്, അല്ലെ, സ്പെസിഫിക് വെയ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സ്പെസിഫിക് വെയ്റ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് വെയ്റ്റ് ഡെൻസിറ്റി എന്നുള്ളത്. അപ്പോൾ ആ വെയ്റ്റ് ഡെൻസിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ തന്നെ കാണാപ്പാടം പഠിച്ചാൽ മതി. വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ അതിനെ നമ്മളൊരു ഡെഫിനിഷൻ മോഡിലേക്ക് മാറ്റിയതാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കിട്ടി, അതിൻ്റേതായിട്ടുള്ളൊരു ഡെഫിനേഷനും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ W വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഈ മാസ് ബൈ വോളിയം എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, അതാണ് ഈ റോ, അല്ലേ. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി അഥവാ റോ എന്ന് പറയുന്നത്. ദെൻ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് വെയ്റ്റ് ഡെൻസിറ്റിക്ക് വേണമെങ്കിൽ മറ്റൊരു ഇക്വേഷൻ റോ ഇൻറ്റു ജി എന്ന ഇക്വേഷൻ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതാവുന്നതാണ് എന്നുകൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡെഫിനേഷൻ എഴുതുന്ന മെത്തേഡ്, അതേപോലെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കാണിച്ചത്. അപ്പോൾ ഏതൊരു പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിനെ ഇത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഒരിക്കലും ഒരു ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ പോരാ, 2 ലൈനിൽ അതിൻ്റെ ഡെഫിനേഷൻ എഴുതണം, ഇനി യൂണിറ്റ് ഉൾപ്പെടുത്താം, അതേപോലെ തന്നെ ഇക്വേഷനും നിർബന്ധമായിട്ടും എഴുതണം. അപ്പോൾ ഡെൻസിറ്റി ആയിക്കോട്ടെ, വെയ്റ്റ് ഡെൻസിറ്റി ആയിക്കോട്ടെ, സ്പെസിഫിക് വോളിയോ, സ്പെസിഫിക് ഗ്രാവിറ്റി ഏത് തന്നെയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഫോർമാറ്റിലേക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം. ഓക്കെ, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് പ്രോപ്പർട്ടീസിൻ്റെ സൈഡിൽ ക്വസ്റ്റ്യൻസ്, അല്ലേ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്പെസിഫിക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്, കാൽക്കുലേറ്റ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയ്റ്റ് ആൻഡ് വെയ്റ്റ്. 1 ലിറ്റർ ഓഫ് പെട്രോൾ
അപ്പോൾ ഇതിൽ 1 ലിറ്റർ ഓഫ് പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോളിയമാണ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ലിറ്ററിൽ തരാറുള്ളത് വോളിയമാണ്. ദെൻ നമുക്ക് അടുത്തത് തന്നിട്ടുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റി അഥവാ എസ് ഈസ് ഈക്വൽ ടു 0.7 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എസ് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എസ് തന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഈ ഒരു റിലേഷൻ കിട്ടാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അതായത് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ ഡെൻസിറ്റിയാണ് നമുക്ക്, ഡെൻസിറ്റി ഓഫ് പെട്രോളാണ് നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു എന്ത് ചെയ്താൽ മതി, റോ ഓഫ് വാട്ടർ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഈ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു റോ ഓഫ് വാട്ടർ എന്നുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ദെൻ സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു ആണ് നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡബ്ല്യു കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ റോ ഇൻറ്റു ജി ചെയ്താൽ മതി അല്ലേ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്രോളിൻ്റെ റോയാണ്. അപ്പോൾ റോ ഇൻറ്റു ജി ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു ആൻസറും കിട്ടി. ദെൻ വെയിറ്റാണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോളിയം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 1 ലിറ്ററാണ്. അപ്പോൾ ലിറ്ററിന് നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം. ലിറ്ററിന് വെച്ചാൽ എത്രയാണ്, 1/1000 മീറ്റർ ക്യൂബാണ് അല്ലേ. അപ്പോൾ 1/1000 എന്ന് പറഞ്ഞാൽ 0.001 മീറ്റർ ക്യൂബ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്, അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം ഇതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ഇക്വേഷൻസ് പഠിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം നടത്തുക. നല്ല രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മളെ മാനോമീറ്ററിൻ്റെ കേസിൽ ഇതിപ്പോൾ ഒരു സിമ്പിൾ മാനോമീറ്ററാണ്. അപ്പോൾ ഈ സിമ്പിൾ മാനോമീറ്ററിൻ്റെ കേസിൽ നമ്മുടെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ സിമ്പിൾ മാനോമീറ്റർ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലെഫ്റ്റ് ലിംബും ഒരു റൈറ്റ് ലിംബും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ മാനോമീറ്റർ ഏത് തന്നെയാണെങ്കിലും, അത് സിമ്പിളാണെങ്കിലും ഡിഫറൻഷ്യലാണെങ്കിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയാണ്, ദ പ്രഷർ അറ്റ് ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് റൈറ്റ് ലിംബ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് റൈറ്റ് ലിംബിൽ പ്രഷർ ഇല്ല. അപ്പോൾ അതിനർത്ഥം അതൊരു നെഗറ്റീവ് പ്രഷർ അഥവാ ഒരു വാക്യൂം പ്രഷറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗേജ് പ്രഷർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഒരു ലിംബിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ലിംബിലേക്കും കയറി വരാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ H1 H2 ഒക്കെ തന്നു കഴിഞ്ഞാൽ S1 S2 ഒക്കെ നമുക്ക് ഫിഗറിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ റോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഞാനിത് ജസ്റ്റ് മുഴുവനായിട്ട് ചെയ്ത് കാണിക്കാനുള്ളൊരു ടൈമിംഗ് ഇല്ല ഇപ്പോൾ. അപ്പോൾ എങ്കിൽ കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടെങ്കിലും എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ദെൻ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മെക്കാനിക്കൽ ഗേജസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ബേർഡൻ ട്യൂബ് പ്രഷർ ഗേജ്. അപ്പോൾ ബേർഡൻ ട്യൂബ് പ്രഷർ ഗേജിൻ്റെ കേസിലും തന്നെയാണ് ഒരു സോക്കറ്റ് തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് ആവശ്യാനുസരണം കൊണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാനോമീറ്ററൊക്കെ ആണെങ്കിൽ ഇൻബിൽട്ടായിട്ട് അവിടെ തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്തരത്തിൽ ബേർഡൻ ട്യൂബ് പ്രഷർ ഗേജൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അതിനെ ടെക്കൻ ചെയ്യാനും അതുപോലെ തന്നെ അഴിച്ചെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സോക്കറ്റ് ഉണ്ട്, ബേർഡൻ ട്യൂബ് എന്ന ട്യൂബ് ഉണ്ട്, അതേപോലെ അഡ്ജസ്റ്റബിൾ ലിങ്ക് തന്നിട്ടുണ്ട്, സെഗ്മെൻറ്റ് ലിവർ ഉണ്ട്, ദെൻ ഒരു പിവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെക്ടർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, കൃത്യമായ ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് ജസ്റ്റ് ആ ഫിഗറിൽ ഓരോ എലമെൻറ്റും എന്താണ് ഫങ്ഷനിങ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതുപോലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് ഫ്ലോ, ലാമിനാർ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ലാമിനാറും ടർബുലൻറ്റും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഫിഗറിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ട്രീം ലൈൻസ് എല്ലാം പാരലലാണ് ലാമിനാറിൻ്റെ കേസിൽ അല്ലേ, സ്ട്രീം ലൈൻസ് പാരലലാണ്. പക്ഷേ ഈ ടർബുലൻറ്റിൻ്റെ ഫ്ലോ നോക്കുന്ന സമയത്ത് സിഗ്സാഗ് മാനറിലാണ് ആ ഒരു ഫ്ലോ പാസ് ചെയ്യിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിനെയാണ് സിഗ്സാഗ് മാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്സാഗ് ഫ്ലോ ആണ് ടർബുലൻറ്റ് ഫ്ലോ.
സ്ട്രീം ലൈൻസ് പാരലൽ ആയിട്ടുള്ള ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ എന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ കേസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പർ 2000 താഴെയാണെങ്കിൽ അതെന്താണ്? റെയ്നോൾഡ്സ് നമ്പർ 2000 താഴെയാണെങ്കിൽ ലാമിനാർ ഫ്ലോ ആണ്. റെയ്നോൾഡ്സ് നമ്പർ 4000 മുകളിലാണെങ്കിൽ അത് ടർബുലൻറ്റ് ഫ്ലോ ആണ്. 2000 താഴെ ലാമിനാർ, 4000 മുകളിൽ ടർബുലൻറ്റ്. ഇനി 2000 4000 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസിഷൻ ഫ്ലോ എന്നോ അല്ലെങ്കിൽ മിക്സഡ് ഫ്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ 2 ഫ്ലോവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ബാക്കി ഫ്ലോസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമുക്കറിയാവുന്ന നോച്ചസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറയുന്ന സമയത്ത് പറഞ്ഞതാണ്. നോച്ചസ് റെക്റ്റാങ്കുലർ നോച്ച്, ട്രയാങ്കുലർ നോച്ച്, ട്രപ്പിസോയിഡൽ നോച്ച്, സ്റ്റെപ്പ്ഡ് നോച്ച് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഓരോ നോച്ചിനും ഓരോ സ്പെസിഫിക് ആയിട്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് എഴുതി തന്നെ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വേണം അതിൻ്റെ ആ ഒരു മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഇപ്പോൾ റെക്റ്റാങ്കുലർ നോച്ച് ആണെങ്കിൽ വരുന്ന ഇക്വേഷൻ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ വരുന്ന അടുത്തൊരു ഇക്വേഷൻ, ദെൻ ട്രപ്പിസോയിഡൽ നോച്ച് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയത് അല്ലേ. ഇത്തരത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കൂടാതെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് മൂന്നാമത്തെ മൊഡ്യൂളിൽ പമ്പിനെ കുറിച്ചാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ആ പമ്പിൻ്റെ തന്നെ വർക്കിംഗ്, കമ്പണൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. നാലാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാലും പക്ക തിയറി മാത്രമാണ്. അപ്പോൾ ആ ഒരു തിയറിയും കൂടെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ഒരു കുറച്ചധികം വൈകിയൊരു വേളയിൽ പറയാനുള്ളത്. ബാക്കി നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളാൽ ഒരു തവണ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.